ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ദൈവപിതാവിനെ വാഴ്ത്തിടാൻ നൽകി കന്യാമറിയത്തെ തൻ പ്രിയ സുതനികമാതാവാൻ കുരിശിൻ സവി ദിവസങ്ങളിലും മക്കളില്ലാതെ ജോലി ചെയ്യുന്ന കർമ്മച്ചന്മാരാണ് ഇവിടെ ഉള്ളത്. ഒരു മിനിറ്റ് പോലും അവർക്ക് കണ്ണടക്കാൻ സാധിക്കില്ല. ഇത്രമാത്രം തിരക്കാണ്. ഓരോ മണിക്കൂർ ഇടപെട്ട് പള്ളിയിൽ കുർബാന നടന്നുകൊണ്ടിരിക്കുക. അതെല്ലാം ക്രമീകരിക്കുന്നത് നമ്മുടെ കർമ്മച്ചന്മാരാണ്. ഇവിടെ സീറോ മലബാർ കുർബാന വരുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്നത് ഞങ്ങളുടെ ചുണ്ടക്കര പള്ളിയിലെ സാക്രിസ്റ്റ്യൻ സണ്ണിയാണ്. അദ്ദേഹം ഇവിടുത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ സീറോ മലബാർ കുർബാന നടക്കുമ്പോൾ സണ്ണിച്ചാണ് അതിൻ്റെ ആരാധന ക്രമത്തെ നിയന്ത്രിക്കുന്നത്. ആ സണ്ണി സഹോദരങ്ങൾ ഞാൻ എല്ലാവരുടെയും പേരിൽ പ്രത്യേകം നന്ദി പറയുകയാണ്. കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം. ഈ ദിവസങ്ങളിൽ കൊയറിന് നേതൃത്വം കൊടുക്കുന്നത് ജെയ്സനും അലീനയുമാണ്. ജെയ്സൺ കഴിഞ്ഞ 4-5 വർഷമായിട്ട് എൻ്റെ കൺവെൻഷനിലും ധ്യാനങ്ങൾക്കൊക്കെ സഹായിക്കുന്ന സഹോദരനാണ്. അദ്ദേഹത്തിനും അലീനയ്ക്കും, അലീന ചുണ്ടക്കരയാണ്. ജെയ്സൻ്റെ സ്ഥലം മാനന്തവാടിക്കപ്പുറമുള്ളൊരു സ്ഥലമാണ്. പുതിയാണ്. അദ്ദേഹത്തിനും പ്രത്യേകം നന്ദി പറയുകയാണ്. ഈ ദിവസങ്ങളിൽ 18 ദിവസവും അദ്ദേഹം ഇവിടെ ഡെലിവറൻസിൻ്റെ പ്രവർത്തനയ്ക്ക് ചില സഹായിക്കാനായിട്ട് ഇവിടെ ഉണ്ട്. അതുപോലെ നമ്മുടെ ഓൾട്ടർ ബോയ്സും ഗേൾസും അലക്സിയ, അനലിയ, വിജയ, വിമൽ, ജിൻസ്, ഷിജി, അവർക്കെല്ലാവർക്കും ഞാൻ ഈശോയുടെ നാമത്തിൽ പ്രത്യേകം നന്ദി പറയുകയാണ്. പ്രിയ സഹോദരങ്ങളെ, 18-ാം തീയതിയാണ് എട്ടാമിടം. 18-ാം തീയതി വരെ ഇവിടെ എല്ലാ മണിക്കൂറിലും കുർബാനകളുണ്ട്. നിങ്ങളുടെ കുർബാന, ഇന്നത്തെ കുർബാന കഴിഞ്ഞ് അല്പനേരത്തെ ഭക്ഷണം കഴിച്ച് ഇവിടെ പൂപ്പന്തലില് പരിശുദ്ധമ്മയുടെ തിരുസ്വരൂപം പ്രതീക്ഷിക്കുന്നുണ്ട്. അവിടെ വൈദികര് നിങ്ങൾക്ക് അടിമ ശുശ്രൂഷ ചെയ്യാനായിട്ട് അവിടെ ഉണ്ട്. കഴിഞ്ഞും മുടി എന്നറിയപ്പെടുന്ന പരിശുദ്ധമ്മയുടെ ആ കിരീടമൊക്കെ എടുത്ത് പഠിപ്പിച്ചിട്ടും